Okay, so ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് Redmi Note 10 Proന്റെ ഫൈനൽ റിവ്യൂ ആണ്. ഈ ഫോണിന്റെ ബിഗ് ബ്രദർ അല്ലെങ്കിൽ ഈ ഫോണിന്റെ 108 മെഗാ പിക്സൽ വെർഷൻ Redmi Note 10 Pro Maxന്റെ ഫൈനൽ റിവ്യൂ എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ഫസ്റ്റ് കണ്ടു നോക്കുക. കാരണം രണ്ട് ഫോൺസും എക്സാക്ട്ലി സെയിം ഫോൺസ് ആണ്. ആ ഒരു ക്യാമറയിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. അല്ലെങ്കിൽ പെർഫോമൻസ് സ്പെസിഫിക്കേഷൻസ് എക്സാക്ട്ലി സെയിം ആണ്. ബിൽഡ് എവറിത്തിങ് ഇസ് സെയിം എക്സ്പീരിയൻസ്, സെയിം ഡീറ്റെയിൽസ്, സെയിം സംഭവങ്ങൾ വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഒരു ക്രിസ്പ് ഷോർട്ട് പ്രിസൈസ് വീഡിയോ ആയിരിക്കും. ഓക്കെ, സോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് എന്ന യൂട്യൂബ് ചാനലാണ്. ഞാൻ അടുത്ത വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോൾ. ഫസ്റ്റ് നമുക്ക് ഈ ഫോണിന്റെ സ്പെസിഫിക്കേഷൻ ഓവർവ്യൂ ഒന്ന് നോക്കാം. 6.67 ഇഞ്ചിന്റെ ഒരു സൂപ്പർ ആംബുലൻസ് ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. Qualcomm Snapdragon 732G ആണ്. നമ്മുടെ കയ്യിലുള്ള വേരിയന്റ് 6GB 128GB ആണ്. അതിനോടൊപ്പം തന്നെ ഇതിൽ 64 മെഗാ പിക്സലിന്റെ ക്വാഡ് ക്യാമറ സെറ്റപ്പ് വരുന്നുണ്ട്. 16 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറയാണ്. 5020 mAh ബാറ്ററി ഉണ്ട്. 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജർ കൂടെ ബോക്സിൽ കിട്ടുന്നുണ്ട്. ഈ വേരിയന്റിന്റെ പ്രൈസ് ആണ് 16,999. ഈ ഫോണിന്റെ ബിൽഡും ഡിസൈൻ ഹാൻഡ്ലിങ്ങും എക്സാക്ട്ലി Note 10 Pro Maxന്റെ സെയിം സംഭവമാണ്. ഇതിൽ നല്ലൊരു പ്രീമിയം ഫീൽ കിട്ടുന്നുണ്ട്. കാരണം സെയിം ബാക്ക് ആണ്. സോ ഫിസിക്കൽ അട്രിബ്യൂട്ട് അല്ലെങ്കിൽ സ്പെസിഫിക്കേഷൻസും ഡിസൈൻ ഇൻ ഹാൻഡ് ഫീൽ എക്സാക്ട്ലി സെയിം ആണ്. രണ്ട് ഫോൺസും ആക്ച്വലി എക്സാക്ട്ലി സെയിം ഫോൺസ് ആണ്. ആ ഒരു ക്യാമറയിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. അതോടൊപ്പം തന്നെ Note 10 Pro Maxന്റെ പ്രൈമറി ക്യാമറയ്ക്ക് ചുറ്റും ഒരു സിൽവർ റിംഗ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ചുറ്റും ഒരു ബ്ലാക്ക് റിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ആ ഒരു വ്യത്യാസം ഡിസൈനിലുണ്ട്. അല്ലെങ്കിൽ എക്സാക്ട്ലി സെയിം ഡിസൈൻ ആണ്. സോ ഇതിൻ്റെ ഒരു പ്രൈസ് 6GB 64GB നോക്കുകയാണെങ്കിൽ 15,999 ആണ്. ആ ഒരു പ്രൈസ് പോയിന്റ് നോക്കുകയാണെങ്കിൽ ദി മോസ്റ്റ് പ്രീമിയം ലുക്കിംഗ് ഫോൺ എന്ന് പറയാൻ പറ്റും. കാരണം ഒരു ക്ലീൻ ക്ലാസി ലുക്കാണ് കൊടുത്തിരിക്കുന്നത്. ആവശ്യമില്ലാത്ത ബ്രാൻഡിങ് ഒന്നുമില്ല. ചെറിയ റെഡ്മി ബ്രാൻഡിങ് ഉണ്ട്. ഇതിൻ്റെ ഒരു വൈറ്റ് വേരിയൻറ്റും ഉണ്ട്. അതും നല്ല രസമാണ് കാണാൻ. ഷവോമി നല്ല രീതിയിലുള്ള വെയിറ്റ് ബാലൻസിങ് ചെയ്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഇതിൻ്റെ വെയിറ്റ് 200 ഗ്രാമിൻ്റെ താഴെ ആയതുകൊണ്ട് ഹാൻഡ്ലിംഗ് ഒക്കെ നല്ല സിമ്പിൾ ആണ്. അങ്ങനെ ഇഷ്യൂ ഒന്നുമില്ല. ഹെവി ബൾക്കി ഫോണായിട്ട് ഫീൽ ആവത്തില്ല. തിക്നെസ്സും കുറവാണ്. പിന്നെ കയ്യിൽ എടുക്കുമ്പോഴും ഒരു സോളിഡ് ബിൽഡിൻ്റെ ഒരു ഫീൽ കിട്ടുന്നുണ്ട്. നമ്മൾ പോക്കോ X3ലും പിന്നെ പോക്കോ X3 പ്രോയിലേക്ക് കണ്ടിരുന്നിട്ടും ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഉള്ളിൽ കയറി പോകുന്ന സംഭവം, പിന്നെ വൈബ്രേഷനൊക്കെ, ആ ഒരു സംഭവം Note 10 Proയിലും ഇല്ല, Pro Maxിലും ഇല്ല. സോ തീർച്ചയായിട്ടും നല്ല ബിൽഡ് ഉണ്ട്, നല്ല പ്രീമിയം ഫീൽ കിട്ടുന്നുണ്ട്. നോ ഇഷ്യൂസ്. ഫോണിൻ്റെ മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് വീണ്ടും Note 10 Pro Maxന്റെ സെയിം എക്സ്പീരിയൻസ് ആണ്. ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. വളരെ ബ്യൂട്ടിഫുൾ ആയ ഒരു സൂപ്പർ ആംബുലൻസ് ഡിസ്പ്ലേയും കിട്ടുന്നുണ്ട്. നല്ല കളേഴ്സ് ഉണ്ട്, നല്ല കോൺട്രാസ്റ്റ് ഉണ്ട്, നല്ല വ്യൂവിങ് ആംഗിൾസും കിട്ടുന്നുണ്ട്. സോ നോ ഇഷ്യൂസ്. അങ്ങനെ ടിൻറ്റിങ് അല്ലെങ്കിൽ കളർ ചേഞ്ചിങ്ങിൻ്റെ ഇഷ്യൂ ഒന്നുമില്ല. ആവശ്യത്തിനധികം ബ്രൈറ്റ്നസ്സും കൊടുത്തിട്ടുണ്ട്. ഏകദേശം 1200 നിറ്റ്സിൻ്റെ മാക്സ് ബ്രൈറ്റ്നസ് കിട്ടുന്നുണ്ട്. അതുപോലെ വെയിലത്തൊക്കെ കൊണ്ടുപോകുമ്പോൾ അല്ലെങ്കിൽ HDR കണ്ടന്റ് ഒക്കെ കാണുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ആ ഒരു ബ്രൈറ്റ്നസ് മനസ്സിലാവും. സോ നല്ല ബ്രൈറ്റ്നസ് ഉണ്ട്, നല്ല സൺലൈറ്റ് ലെജിബിലിറ്റി ഉണ്ട്. വൈഡ് വൈൻ L1 സപ്പോർട്ട് ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് നെറ്റ്ഫ്ലിക്സിലും ആമസോൺ പ്രൈമിലും HD കണ്ടന്റ് കാണാൻ കഴിയുന്നുണ്ട്. HDR10 സപ്പോർട്ട് ഉള്ളതുകൊണ്ട് HDR വീഡിയോസും കാണാൻ കഴിയുന്നുണ്ട്. സോ മൾട്ടിമീഡിയ എക്സ്പീരിയൻസിൽ നോ ഇഷ്യൂസ്. ആമസോൺ പ്രൈം ആണെങ്കിലും നെറ്റ്ഫ്ലിക്സ് ആണെങ്കിലും യൂട്യൂബ് ആണെങ്കിലും ഇതെല്ലാം വീഡിയോ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോംസിൽ ഞാൻ വീഡിയോ കണ്ടിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത് തീർച്ചയായിട്ടും. എസ്പെഷ്യലി HDR വീഡിയോസ്, HDR എനേബിൾഡ് മൂവീസ് ഒക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട്. എസ്പെഷ്യലി ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ അൺബീറ്റബിൾ മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട്. Note 10 Pro ആണെങ്കിലും Pro Max ആണെങ്കിലും ഈ രണ്ട് ഫോൺസും 4G ഫോൺസ് ആണ്, 5G ഫോൺസ് അല്ല. രണ്ടും 4G വോൾട്ടേജ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നോ ഇഷ്യൂസ്. അങ്ങനെ കോൾ ഡ്രോപ്പിൻ്റെ ഇഷ്യൂ അല്ലെങ്കിൽ നെറ്റ്വർക്ക് ഇഷ്യൂ ഒന്നും വന്നില്ല. നല്ല ഇയർ പീസ് ആണ്, നല്ല സൗണ്ട് ക്വാളിറ്റി കിട്ടുന്നുണ്ട്. സോ നോ ഇഷ്യൂസ് വിത്ത് ദ കോളിംഗ്. ഞാൻ ജിയോ പ്ലസ് എയർടെൽ സിം രണ്ടും ഇട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കിയിരുന്നു. രണ്ടിലും നല്ല റിസപ്ഷൻ കിട്ടുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ രണ്ടും ക്യാരിയർ അഗ്രിഗേഷൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കോൾ റെക്കോർഡിങ്ങിൻ്റെ ഫീച്ചർ വരുന്നുണ്ട്. പക്ഷേ ഇതിലും ഗൂഗിൾ ഡയലർ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ റെക്കോർഡ് പ്രസ് ചെയ്താൽ ആ ഒരു അനൗൺസ്മെൻറ്റ് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളിലേക്ക് പോകും. നെക്സ്റ്റ് ഗെയിമിംഗ് പെർഫോമൻസ് നോക്കാം. സോ Pro Max ആണെങ്കിലും Pro ആണെങ്കിലും എനിക്ക് എക്സാക്ട്ലി സെയിം ഗെയിമിംഗ് പെർഫോമൻസ് ആണ് കിട്ടിയത്. കാരണം എല്ലാ ഹാർഡ്വെയറും സോഫ്റ്റ്വെയർ എല്ലാം സെയിം ആണല്ലോ. സെയിം UI ആണ്. സെയിം Qualcomm Snapdragon 732G വരുന്നുണ്ട്. സെയിം റാം ടൈപ്പ് ആണ്, സെയിം സ്റ്റോറേജ് ടൈപ്പ്. അതുകൊണ്ട് തന്നെ എക്സാക്ട്ലി സെയിം പെർഫോമൻസ് ആണ് കിട്ടിയത്. 40 FPS എന്ന് പറയാൻ പറ്റും. ഓൾമോസ്റ്റ് 95% സ്റ്റെബിലിറ്റി കിട്ടുന്നുണ്ട് 40 FPSൽ. ഒരുപാട് പേര് ഒരേ സ്ഥലത്ത് ഇറങ്ങുമ്പോൾ ചിലപ്പോഴൊക്കെ അവിടെ ഇവിടെ FPS ഡൗൺ ആവുന്നുണ്ട്. അല്ലെങ്കിൽ നോർമൽ ഗെയിം പ്ലേയിൽ അങ്ങനെ ഇഷ്യൂ ഒന്നുമില്ല. സോ 40 FPSൽ എന്തായാലും കളിക്കാൻ പറ്റുന്നുണ്ട്. കാരണം ഒരു മിഡ് റേഞ്ച് ചിപ്സെറ്റ് ആണ് 732G. നല്ല പെർഫോമൻസ് കിട്ടുന്നുണ്ട്, കളിക്കാൻ പറ്റും. ഇതൊരു ഗെയിമിംഗ് ഫോൺ അല്ല. സോ നിങ്ങളുടെ മനസ്സിൽ ഗെയിമിംഗ് ഫോണാണ് ലക്ഷ്യമെങ്കിൽ പോക്കോ X3 Pro ആയിരിക്കും ബെറ്റർ ഓപ്ഷൻ. അതിൻ്റെ ഓൾറെഡി അൺബോക്സിങ്, ഗെയിമിംഗ് റിവ്യൂ, ഫൈനൽ റിവ്യൂ ഒക്കെ ചെയ്തിട്ടുണ്ട്, കണ്ടു നോക്കാം. ഓക്കെ, സോ നിങ്ങളൊരു ഗെയിമറാണ് അല്ലെങ്കിൽ പ്രോ ഗെയിമർ ആവാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ പോക്കോ X3 Pro ആയിരിക്കും ബെറ്റർ ഓപ്ഷൻ. ഒരു ഓൾറൗണ്ട് വെൽ ബാലൻസ്ഡ് പെർഫോമിംഗ് ഫോൺ വേണമെങ്കിൽ Note 10 Pro ആയിരിക്കും ബെറ്റർ ഓപ്ഷൻ. ഈ ഫോണിൻ്റെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസിൽ ഞാൻ 95% ഹാപ്പിയാണ്.
കാരണം 95% പെർഫോമൻസ് ആണ് കിട്ടുന്നത്, 5% അവിടെ ഇവിടെ സ്റ്റക്ക്, ലാഗ്, ഗ്ലിച്ച്, സ്റ്റട്ടറൊക്കെ വരുന്നുണ്ട്. സെയിം നോട്ടൺ പ്രോ മാക്സിൻ്റെ അതേ സംഭവമാണ്. സോ എനിക്ക് തോന്നുന്നത് ആ ഒരു 732G ചിപ്സെറ്റ് ആയതുകൊണ്ടും പിന്നെ 120 Hz റിഫ്രഷ് റേറ്റും പിന്നെ ഹെവി MIUI ഒക്കെ ആയതുകൊണ്ട് MIUI 12 സ്പെഷ്യലി ഹെവിയാണ്. ഈ ഒരു കോമ്പിനേഷൻ വന്നതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ആ ഒരു സ്റ്റക്കും ലാഗും വരുന്നത്. അപ്ഡേറ്റ് വന്നാൽ ചിലപ്പോൾ ശരിയാവും, എനിക്കറിയില്ല. ഷവോമി പറയുന്നതനുസരിച്ച് MIUI 12.5 ഇതിൽ വരും. സോ വരുമ്പം കുറച്ചും കൂടി ലൈറ്റ് വെയിറ്റ് ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. പിന്നെ ഒരുപാട് ബ്ലോട്ട്വെയർസ് ഒക്കെ നമുക്ക് എടുത്ത് കളയാൻ പറ്റും. നോട്ട് 10 പ്രോയിൻ്റെ ക്യാമറ പെർഫോമൻസിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. അങ്ങനെ ഇഷ്യൂസ് ഒന്നുമില്ല. സ്പെഷ്യലി ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ, അതായത് 15,999 അല്ലെങ്കിൽ 16,999 പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ ഐ ആം ഹാപ്പി, നോ ഇഷ്യൂസ്. നോട്ട് 10 പ്രോ മാക്സിൽ കണ്ടുവരുന്ന ആ ഒരു ഓവർ സാച്ചുറേറ്റഡ് അല്ലെങ്കിൽ ഒരു കോൺട്രാസ്റ്റ് ലുക്ക് ഉണ്ടല്ലോ, ആ ലുക്ക് ഇവിടെ വരുന്നില്ല. ഇവിടെ കുറച്ചും കൂടി നാച്ചുറലാണ്. കംപ്ലീറ്റ്ലി നാച്ചുറൽ അല്ല, പക്ഷേ നോട്ട് 10 പ്രോ മാക്സ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി നാച്ചുറലാണ്. പിന്നെ ഈ രണ്ട് ഫോൺസിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽഡ് ക്യാമറ റിവ്യൂ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഡീറ്റെയിലിൽ പോകുന്നില്ല. സോ നിങ്ങളുടെ മെയിൻ ഡൗട്ട് ഈ ഫോണിലുള്ള 64 മെഗാ പിക്സൽ വർസസ് നോട്ട് 10 പ്രോ മാക്സിൻ്റെ 108 മെഗാ പിക്സൽ ആണെങ്കിൽ ആ ഒരു വീഡിയോ കണ്ടാൽ മതി. ഈ രണ്ട് ഫോൺസിൻ്റെയും ക്യാമറ റിവ്യൂ ആ ഒരു വീഡിയോയിലുണ്ട്. സോ തീർച്ചയായിട്ടും കണ്ടു നോക്കുക. നോട്ട് 10 പ്രോയിൻ്റെ ക്യാമറ സെറ്റപ്പ് വെച്ചെടുത്ത ഫോട്ടോസ് ആണെങ്കിലും വീഡിയോസ് ആണെങ്കിലും നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല ഡീറ്റെയിൽസ് ഉണ്ട്, നോ ഇഷ്യൂസ്. ഡൈനാമിക് റേഞ്ച് കുറച്ചും കൂടി ബെറ്റർ ആവാമായിരുന്നു. സ്പെഷ്യലി നോട്ട് 10 പ്രോ മാക്സ് വെച്ച് കമ്പയർ ചെയ്യുമ്പം അത്രയും ഡൈനാമിക് റേഞ്ച് ഇല്ല. പിന്നെ അവിടെ കൂടുതൽ ഡീറ്റെയിൽസ് ഉണ്ട്, കാരണം അവിടെ 108 മെഗാ പിക്സലിൻ്റെ ക്യാമറയാണ്, ഇവിടെ 64 മെഗാ പിക്സലാണ്. പക്ഷേ നോർമൽ ലുക്ക് നോക്കുമ്പം സിമ്പിൾ, അതായത് വാട്സാപ്പിൽ അയക്കാൻ വേണ്ടി, ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയൊക്കെ ധാരാളമാണ്, നല്ല ക്വാളിറ്റി കിട്ടുന്നുണ്ട്. പിന്നെ സെൽഫി ക്യാമറ സെയിം പെർഫോമൻസ് ആണ്. നോട്ട് 10 പ്രോ ആണെങ്കിലും പ്രോ മാക്സ് ആണെങ്കിലും എക്സാക്ട്ലി സെയിം പെർഫോമൻസ് ആണ് സെൽഫി ക്യാമറ വഴി കിട്ടുന്നത്. 5020 mAh അത്യാവശ്യം വലിയ ബാറ്ററി കൊടുത്തിട്ടുണ്ട്. 1 ഡേ ഫോൺ എന്ന് പറയാൻ പറ്റും. 1 ഡേ ഈസിലി പോകുന്നുണ്ട്, നോ ഇഷ്യൂസ്. സോ എനിക്ക് അങ്ങനെ ഇഷ്യൂ ഒന്നും തോന്നിയില്ല. നമുക്ക് ഏകദേശം ഒരു 6.5-7 hours സ്ക്രീൻ ഓൺ ടൈം കിട്ടുന്നുണ്ട്. 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ ബോക്സിൽ കിട്ടുന്നുണ്ട്. ഞാൻ കുറച്ചും കൂടി ബെറ്റർ ചാർജിങ് ടൈം പ്രതീക്ഷിച്ചിരുന്നു. ഇതിൽ ഏകദേശം 80 to 90 minutes, ചിലപ്പോഴൊക്കെ 70 minutes എടുക്കുന്നുണ്ട്. ആവറേജ് 80 minutes എടുക്കുന്നുണ്ട് ഫുൾ ചാർജ് ഫ്രോം 0 to 100%. പിന്നെ ഈ ഫോണിലുള്ള സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ആണെങ്കിലും ഫേസ് അൺലോക്ക് ആണെങ്കിലും നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്, നല്ല ഫാസ്റ്റാണ്. ആ ഒരു ആനിമേഷൻ ഉണ്ട്, അതുകൊണ്ട് നമുക്ക് സ്ലോ ആയിട്ട് തോന്നുന്നുണ്ട്, പക്ഷേ നല്ല ഫാസ്റ്റാണ്. സോ നോ ഇഷ്യൂസ്, ഫാസ്റ്റാണ്, സെക്യൂർ ആണ്, നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. നോ ഇഷ്യൂസ് വിത്ത് ദ ബയോമെട്രിക്സ്. സോ റെഡ്മി നോട്ട് 10 പ്രോ മാക്സും നോട്ട് 10 പ്രോയും യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള എൻ്റെ ഒരു ഫൈനൽ ഒപ്പീനിയൻ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നോട്ട് 10 പ്രോ ആയിരിക്കും ബെറ്റർ വാല്യൂ ഫോർ മണി ഫോൺ. സോ പ്രോ മാക്സും നല്ലതാണ്, പ്രോ മാക്സിൽ അങ്ങനെ ഇഷ്യൂസ് ഒന്നുമില്ല. പക്ഷേ രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ, രണ്ട് ഫോൺസിൻ്റെയും പ്രൈസ് കമ്പയർ ചെയ്യുമ്പം ഇതിൻ്റെ പ്രൈസ് 3,000 rupees, അതായത് 3,000 രൂപ കുറവാണ്. പ്രോ മാക്സിൽ 108 മെഗാ പിക്സൽ ക്യാമറ ഉണ്ട്, പക്ഷേ ആ ഒരു ക്യാമറയ്ക്ക് വേണ്ടി മാത്രം 3,000 കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാവരുടെയും പ്രിഫറൻസ് സെപ്പറേറ്റ് വേറെ പ്രിഫറൻസ് ഉണ്ട് എല്ലാവർക്കും. എൻ്റെ ഒരു റെക്കമെൻഡേഷൻ, എൻ്റെ ഒരു ഒപ്പീനിയൻ ചോദിക്കുകയാണെങ്കിൽ നോട്ട് 10 പ്രോ ആണ് ദി മോസ്റ്റ് വാല്യൂ ഫോർ മണി ഫോൺ, അല്ലെങ്കിൽ ദി ബെസ്റ്റ് ഓൾറൗണ്ടർ ഫോൺ അണ്ടർ ₹20,000. സോ അതാണ് എൻ്റെ ഫൈനൽ റിവ്യൂ, ഫൈനൽ ഒപ്പീനിയൻ. ബാക്കി നിങ്ങളുടെ കമൻറ്റ്സ് താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. ഈ വീഡിയോയിൽ ഇത്ര മാത്രം. അടുത്ത വീഡിയോയിൽ നമ്മൾ തമ്മിൽ വീണ്ടും കാണുന്നവരും. ദിസ് ഇസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ ഓഫ് ടെക് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.